മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർ ഉൾപ്പെടെ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുണ്ടായ ബജ്രംഗ് ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. പാർലമെന്റ് പുറത്ത് പ്രതിഷേധിച്ച് കോൺഗ്രസ് എംപിമാർ. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 753 ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. ഈ കഴിഞ്ഞ ഒരു കൊല്ലം മാത്രമായിട്ട് 753 ദേവാലയങ്ങളാണ്, ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് ആക്രമിക്കുന്നത്. ഇത് കൃത്യമായ അജണ്ടയാണ്. ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തി, വിരട്ടി, ആക്രമിച്ച് അവരുടെ സ്ഥാപനങ്ങളിൽ കയ്യേറ്റം ചെയ്തതിന് വേണ്ടിയുള്ള അജണ്ടകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെയ്യപ്പെടുന്ന റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾക്കൊന്നും നടപടിയെടുക്കാത്തതുകൊണ്ട് ഓരോ ദിവസം കഴിയുന്നതും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഇന്ന് പാർലമെന്റിൽ ഉന്നയിച്ചു. വാക്കൗട്ട് ചെയ്ത് ഇവിടെ പ്രതിഷേധം നടത്തുക. മാണ്ഡല കത്തോലിക്ക ഇടവകയിലെ വിശ്വാസികളുടെ തീർത്ഥാടനത്തിനിടെ തിങ്കളാഴ്ച രൂക്ഷമായ ആക്രമണം. ആക്രമണത്തെ CBSE അപലപിച്ചു. സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് സിറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറയുകയും ചെയ്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ മാണ്ഡല എന്നു പേരുള്ള ഒരു സ്ഥലത്ത് തീർത്ഥാടകരും അതുപോലെ വൈദികരുടെയും മേൽ ബജ്രംഗ് ദളിന്റെ 50ഓളം വരുന്ന പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതിൻ്റെ പേരിൽ പോലീസും ഗവൺമെന്റും കൃത്യതയോടുകൂടി അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് ഇന്നലെ തന്നെ ഞാൻ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ്. ആ നിലപാടുകളിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ആക്രമണത്തെ CPIM രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് അപലപിച്ചു. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി അവർ തുടരുന്ന ഒരു ആഘോഷം ആണ് പാതി വെച്ച് അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നത്. അവിടുത്തെ വൈദികരെ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. മാത്രമല്ല, ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ ആൻറ്റി കൺവേർഷൻ നിയമങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന വ്യവസ്ഥകൾ എന്താണെന്നുള്ള കാര്യം ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണം. അതായത് പരാതിക്കാരൊന്നും വേണ്ട. ഒരു സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും വിദൂര കൂടിൽ നിന്ന് ആർക്ക് വേണേലും ആർക്കെതിരെയും പരാതി കൊടുക്കാം. പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പിടിച്ച് നോൺ ബെയിലബിളായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതനെയും ക്രൈസ്തവ സഭകളുടെ കണക്കുകൾ പ്രകാരം ക്രൈസ്തവർക്കെതിരായ ഈ മേഖലയിലെ അക്രമങ്ങൾ പുതിയ കാര്യമല്ല, പുതിയ വാർത്തയുമല്ല. പക്ഷേ അതിപ്പോൾ സഭയിലേക്ക് വരുന്നതിന് ഈ പറഞ്ഞ വഖഫ് ബിൽ അവതരണത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അങ്ങനെ വരുന്നുണ്ട് അച്യുതൻ? തീർച്ചയായിട്ടും ഹാഷ്മി, കാരണം ഈ KCBCയുടെയും CBCAയുടെയും വഖഫ് ബില്ലിന്മേലുള്ള നിലപാടുകൾ പ്രശംസിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ആ ഘട്ടത്തിൽ പല എംപിമാരും ഈ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പല വേട്ടയാടുകളെ പറ്റി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം ഇപ്പോൾ ഉണ്ടായത്. എന്തായാലും ആ വിഷയത്തിലാണ് ഇന്ന് പ്രതിപക്ഷം ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ നൽകി. ഒപ്പം തന്നെ സഭ സമ്മേളിച്ച ഘട്ടത്തിൽ തന്നെ ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യം സ്പീക്കർ തള്ളുകയാണ് ചെയ്തത്. തുടർന്നായിരുന്നു കേരളത്തിൽ നിന്നുള്ള എംപിമാർ സഭ ബഹിഷ്കരിച്ച് പുറത്ത് പ്രതിഷേധിച്ചത്. ഈ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ, ആക്രമണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് സഭയ്ക്ക് പുറത്ത് ആ പ്രതിഷേധം നടത്തിയത്. അതിൽ KC വേണുഗോപാൽ MP പ്രതികരിക്കുകയുണ്ടായി. ഈ നിരവധി ആക്രമണങ്ങൾ രാജ്യത്തിന്റെ പലയിടത്തായി ക്രൈസ്തവ സമൂഹം നേരിടുന്നുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഈ വിഷയം സഭയ്ക്കുള്ളിൽ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ എംപിമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഹാഷി, ഓക്കെ. അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.